ചെറിയ ചെറിയ പണിയൊന്നും എടുക്കലില്ല എന്ന് കുറേ ആൾക്കാർ പറയലുണ്ട്. ചെറിയ ചെറിയ പണി നമുക്ക് ഈ വലിയ വർക്കിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല എന്നേ ഉള്ളൂ. ഇവിടെ ഒരു 5000 രൂപ വർക്കിംഗ് ചാർജ് വാങ്ങിയിട്ട് എടുത്ത കുറച്ച് വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഡോറ് സെറ്റാക്കിയിട്ടുണ്ട്. മുമ്പേ അവിടെ ഒരു ഡോർ ഉണ്ടായിന് മരത്തിൻ്റെത്. അത് ഫുള്ളായിട്ട് ദ്രവിച്ചുകൊണ്ട് തന്നെ നമ്മൾ 1:1 സ്ക്വയർ പൈപ്പിൽ ഫ്രെയിം ആക്കിയിട്ടാണ് ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുമ്പേ ഉള്ള ഷീറ്റും അത് പോരാഞ്ഞിട്ട് 18 ഗേജിൻ്റെ ഒരു 4:3 ഷീറ്റും വാങ്ങിയിട്ട് താഴത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമേ ഉള്ള ഇഞ്ചസ് തന്നെയാണ് നമ്മൾ ഡോറ് സെറ്റാക്കിയിട്ടുള്ളത്. ഒരു 1/2 ഇഞ്ച് ഓടാമ്പലയും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വർക്ക് ടാങ്കാണ്. അതായത് ടാങ്കിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ അവർ മരം വെച്ചിട്ടാണ് ഇതുവരെ ടാങ്ക് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ടാങ്ക് മരം ബെൻഡായിട്ട് പൊട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ പൈപ്പിലേക്ക് മാറാമെന്നുള്ള ചിന്താഗതി വന്നത്. 3 പൈപ്പ് ഫുള്ളായിട്ട് വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഗ്യാപ്പിലാക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു ബലത്തിന് വേണ്ടിയിട്ട് 1.25 ആംഗ്ലറും വാങ്ങിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 പൈപ്പ് ആദ്യം ഫ്രെയിമാക്കി വെച്ച ഒരു സ്റ്റാൻഡാണ്. നമ്മളിവിടെ 3 പൈപ്പ് മാത്രമേ വിരിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതേപോലത്തെ 3 ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഏറ്റവും ടോപ്പിലാണ്. അത് ആംഗ്ലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പട്ടയാണ് വിരിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗ്യാസിൻ്റെ സ്റ്റാൻഡൊക്കെ കുറേ പ്രാവശ്യം വീഡിയോ ഇട്ടതാണ്. ഇത് സിമ്പിളായിട്ട് മതി, എമൗണ്ട് കുറഞ്ഞ രീതിയിൽ മതി എന്നുള്ള ലെവലിലാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. പിന്നെ ബാലൻസ് കാര്യങ്ങളൊക്കെ വന്ന പൈപ്പൊക്കെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അടിൻ്റെ ഏണി. ഏതൊരു വീട്ടിലും ഒരു ഏണി നിർബന്ധമായിട്ടുള്ള അവസ്ഥയാണ് അപ്പുറം ഇപ്പൊക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ 12 അടിയാണ് നമ്മൾ സാധാരണ അടിക്കാറ്. ഇവർക്ക് 10 മതി എന്നുള്ള